ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നും SCRT ക്ലാസ്സസുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാലേ, നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമുക്ക് എങ്ങനെ പോകാൻ, നല്ല രീതിയിൽ പോകാനും സ്വസ്ഥമായി ജീവിക്കുന്നതിനും അതുപോലെ നിറയെ പുരോഗതി കൈവരിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് വേണം? നിയമങ്ങൾ വേണം, അതുപോലെ ചട്ടങ്ങൾ വേണം, അത് പാലിക്കുകയും വേണം. തോന്നിയ പോലെ നമ്മൾ നടന്നു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തുണ്ടാവില്ല? ഒരു സ്വസ്ഥമായ ജീവിതമോ സുഖകരമായ ജീവിതം നയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പുരോഗതിയിലേക്ക് വരാനോ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നിയമങ്ങളും ചട്ടങ്ങളും വേണം. അത് നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ പാലിക്കുകയും വേണം. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. അതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന പറഞ്ഞാൽ എന്താണ്? ഒരു ഗവൺമെന്റ് സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ച് നോക്കാം. ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇത് നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഹമ്മുറാബിയുടെ നിയമസംഹിതയെ കുറിച്ചിട്ട് അല്ലെ, 5ാം ക്ലാസ്സിലാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ ഓർമ്മ 5ാം ക്ലാസ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള നിയമസംഹിത ആരുടേതാണ്? അത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. BCE 1792 മുതൽ 1750 വരെ. അതാണ് നമ്മൾ പറഞ്ഞ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള നിയമസംഹിത ആരുടേതാണ്? ഹമ്മുറാബിയുടേതാണ്. ഇത് നമ്മൾ 5ാം ക്ലാസ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. അടുത്തതാണ് മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അപ്പോൾ മാഗ്ന കാർട്ട എവിടെയാണ്? ഇംഗ്ലണ്ടിലെ രാജാവായ ആരിനെ കൊണ്ടാണ് ഒപ്പുവെപ്പിച്ചത്? ജോൺ രാജാവിനെ കൊണ്ട് 1215 ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. 1215 അടുത്തത് മഹത്തായ വിപ്ലവം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മള് വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അപ്പം മഹത്തായ വിപ്ലവം എപ്പോഴാണ്? 1688. എപ്പോഴാണ്? 1688. അടുത്തതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി.
തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എപ്പോഴാണ്? 1776. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരം ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞ. ഏതൊക്കെയാണ് ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്? നമ്മളെ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്താണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയിൽ ഒന്നാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞു. പിന്നെ 1215 മാഗ്നാ കാർട്ടയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇംഗ്ലണ്ടിലെ മാഗ്നാ കാർട്ടയാണ് 1215 ജോൺ രാജാവാണ് അതിൽ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞു. ഇനി മഹത്തായ വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1688 മഹത്തായ വിപ്ലവം നടന്നത്. ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ പാർലമെന്റും തമ്മിലുള്ള പൊരുത്തക്കേടുകളായിരുന്നു ആ വിപ്ലവത്തിന് കാരണമായത് എന്ന് പറഞ്ഞു. ഇയർ ഓർത്ത് വയ്ക്കുക, 1688 മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? അത് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം നടന്നത് എപ്പോഴാണ്? അത് 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനയുടെ മുൻഗാമികൾ എന്നറിയപ്പെടുന്നത്. ഇനി ഭരണഘടനകൾ പലതരമുണ്ട്. അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് അതുപോലെ അതിൽ തന്നെ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന രീതികൾ അനുസരിച്ച്, ഭരണഘടന രൂപം കൊണ്ട രീതി അനുസരിച്ച് എല്ലാം തന്നെ ഭരണഘടനയുടെ നമുക്ക് പലതായി തരംതിരിക്കാൻ കഴിയും. അപ്പോൾ ഭരണഘടന സ്വഭാവത്തിൽ തന്നെ ലിഖിതം, അലിഖിതം എന്നിങ്ങനെ തരംതിരിക്കാം. എങ്ങനെയാണ്? ലിഖിതം എന്നും അലിഖിതം എന്നും തരംതിരിക്കാം. അതുപോലെ തന്നെ മാറ്റം വരുന്ന പ്രക്രിയക്ക് അനുസരിച്ച് ദൃഢമായത്, അയവുള്ളത്. ദൃഢമായത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ കഴിയില്ല. അയവുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇനി അത് രൂപം കൊണ്ട രീതിക്ക് അനുസരിച്ച് തന്നെ നടപ്പിലാക്കിയത്, പരിണമിച്ചത് എന്നിങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തരംതിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സ്വഭാവം അനുസരിച്ച് ലിഖിതം, അലിഖിതം എന്നിങ്ങനെ തരംതിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ലിഖിതം എന്ന് പറഞ്ഞാൽ? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഭരണഘടന ഉണ്ടല്ലേ, നമുക്ക് ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കാറുണ്ട് അല്ലെ നമ്മുടെ നേതാക്കന്മാർ. അപ്പൊ നമുക്കറിയാം അതൊരു പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇന്ത്യയെ പറയാം. അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളും എന്തിനുദാഹരണമാണ്? ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അലിഖിത ഭരണഘടന നോക്കുകയാണെങ്കിലോ, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? അതൊരു പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ട് ക്രോഡീകരിക്കപ്പെടാത്ത ഭരണഘടനയാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ ന്യൂസിലാൻഡ് എന്നിവയൊക്കെ. ഇനി നമ്മൾ മാറ്റം വരുത്താനുള്ള പ്രക്രിയയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഭരണഘടനയെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതെങ്ങനെയൊക്കെയാണ്? ദൃഢമായത് എന്നും അയവുള്ളത് എന്നും. അപ്പൊ ദൃഢമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടല്ലേ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടികൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടികൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടന. അതിനൊരു ഉദാഹരണം ചോദിച്ചാൽ അമേരിക്കൻ ഐക്യനാടുകൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ദൃഢമായ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഇനി അയവുള്ള ഭരണഘടന എടുക്കുകയാണ് പറഞ്ഞാലോ, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ, എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ കഴിയുന്ന ഭരണഘടനയാണ് അയവുള്ള ഭരണഘടന എന്ന് പറയുന്നത്. UK അതുപോലെ ന്യൂസിലാൻഡും ഒക്കെ അതിനൊരു ഉദാഹരണമാണ്.
ഇനി ഈ ഭരണഘടന തന്നെ നടപ്പിലാക്കിയതിനനുസരിച്ച്, അതായത് രൂപം കൊണ്ട രീതിക്കനുസരിച്ച് നടപ്പിലാക്കിയത്, പരിണമിച്ചത് എന്നിങ്ങനെ നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്? ഭരണഘടന നിർമ്മാണ സഭയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന. അപ്പോൾ ഓൾറെഡി ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലോ രൂപം കൊണ്ടതിന് ശേഷം ഭരണഘടന എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വന്നതാണ് നടപ്പിലാക്കിയ ഭരണഘടന. അതിന് ഉദാഹരണം നമ്മുടെ ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളൊക്കെയാണ്. നമുക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായിരുന്നു അല്ലേ? അതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? നമുക്കൊരു ഭരണഘടന, അവരാണ് നമുക്കൊരു ഭരണഘടന രൂപീകരിച്ചത്. ഇനി പരിണമിച്ചത് എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഭരണഘടനയാണ് പരിണമിച്ചത് എന്നത് അർത്ഥമാക്കുന്നത്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡം, കാനഡ എന്നിവയൊക്കെ ഈ പരിണമിച്ച ഭരണഘടന ഉള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു ഭരണഘടനയ്ക്ക് ഉണ്ടാവേണ്ട ആവശ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ ആവശ്യമായി വേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണ്? ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവും ആയിരിക്കണം. ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. അതായത് സംക്ഷിപ്ത ഭരണഘടനയായിരിക്കണം. അതുപോലെ നമ്മുടെ ഭരണഘടന വ്യക്തതയുള്ള ഭരണഘടനയായിരിക്കണം. ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. അതുപോലെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ചലനാത്മകത ഉള്ളതായിരിക്കണം. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയുന്നതായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനുയോജ്യത ഉള്ളതുമായിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. ഇനി സമഗ്രത, ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങളിൽ ഒന്നാണ് സമഗ്രത എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. എവിടെ? ഭരണഘടനയിൽ. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചു. നമ്മൾ പറഞ്ഞു, ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അധികാരികൾക്കായാലും ജനങ്ങൾക്കായാലും ഒരുപോലെ എന്തുള്ളതാണ്? അവർക്ക് മേലെ ഒരുപോലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളതാണ്. അതുപോലെ തന്നെ അവരെ അത് എന്ത് ചെയ്യണം? അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? വ്യക്തികൾക്ക് മേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ള പോലെ അധികാരികൾക്ക് മേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഒരുപാട് പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്ത് ഉണ്ടായിട്ടുള്ളത്? ഓരോ രാജ്യത്തിന്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നോക്കാം. അതിനു മുമ്പ് രാഷ്ട്രപതിയുടെ ശപഥം, അതായത് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ എന്താണെന്ന് നോക്കാം. ആയ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിന്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അവലംബം ഭാരതത്തിന്റെ ഭരണഘടന. ഇത് എന്താണ്? രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയാണ് മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം കറക്റ്റായിട്ട് അതിൽ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? അതായത് അവരെന്തെല്ലാം ചെയ്യണമെന്നാണ് പറയുന്നത്?
പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നാണ് അവരതിൽ പറയുന്നത്. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിലും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയിൽ പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. എപ്പോഴാണ്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇത് തന്നെയാണ് നമ്മൾ എങ്ങനെ പറയാ, ശിപ്പായി ലഹള എന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ എന്ന് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. അടുത്തതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴാണ് നിലവിൽ വന്നത്? 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത്. അതിൻ്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത്. ഇനി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടാൻ തുടങ്ങി. ഇന്നു മുതൽ ഭരണഘടന നിലവിൽ വന്ന ജനുവരി 26 1950 ജനുവരി 26 മുതൽ ഇന്ത്യ ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. ഇനി എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ? ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ബ്രിട്ടീഷ് സർക്കാരാണ് നിയോഗിച്ചത്. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ, അത് കഴിഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട്
സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും മുമ്പ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടാകുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഭരണം എങ്ങനെയാണ് തുടങ്ങുന്നത്, ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. അപ്പോൾ അത് തെറ്റിക്കരുത്. എങ്ങനെ തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ എന്ന് തുടങ്ങിയിട്ട് ആദ്യം വരുന്നത് എന്താണ്? അധികാരം വരും, പിന്നെ സമത്വം വരും, പിന്നെ മതേതരം വരും, പിന്നെ ജനാധിപത്യം വരും, പിന്നെ റിപ്പബ്ലിക് വരും. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നീതിയാണ് അവിടെ നൽകുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതികളാണ്. എത്ര തരം നീതികളാണ്? 3 തരം നീതിയാണ്. ഏതെല്ലാമാണവ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും. ഇനി സ്വാതന്ത്ര്യം, എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് ഇന്ത്യൻ ഭരണഘടന? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഏതൊക്കെയാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇനി എവിടെയെല്ലാമാണ് നമുക്ക് സമത്വം നൽകുന്നത്? പദവിയിലും അവസരത്തിലും സമത്വം നൽകുന്നു. എവിടെ? പദവിയിലും അവസരത്തിലും സമത്വം നൽകുന്നു. അതുപോലെ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ. അപ്പോൾ ഒന്നോടെ നോക്കാം. ഭരണഘടനയുടെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വം സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 ദിവസം എന്നതാണ്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് എത്രാമത്തെ ഭേദഗതിയാണ്? 1976 42 ഭേദഗതി പ്രകാരമാണ് അവിടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് വന്നത്. അതേ വകുപ്പ് പ്രകാരം തന്നെയാണ് അവിടെ എന്ത് ചേർത്തത്? രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പദവും കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ് പ്രതിഫലിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പരമാധികാരം കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ വരുന്നത് എന്നാണ് പറഞ്ഞത്? സ്ഥിതി സമത്വം കഴിഞ്ഞ പിന്നെ മതേതരം, അതിനുശേഷം ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ആദ്യം പറഞ്ഞു പരമാധികാരം. ബാഹ്യ ഇടപെടലുകളോ സമ്മർദ്ദങ്ങളോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ കോളനി ആയിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ അധികാരങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ. അപ്പോൾ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹിക നീതി നിലനിർത്തുന്നു. അപ്പോൾ പണ്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയായിരുന്നു? ജാതിയും മതവും അങ്ങനെ പല രീതിയിലുള്ള തരംതിരിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹിക നീതി നിലനിർത്തുന്നു എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ മറ്റൊന്നായി സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മതേതരത്വം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതം ഇല്ല, രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് എന്തില്ല, ഒരു മതമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ അവരുടെ പലതരം മതങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ വ്യക്തികൾക്ക്, ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും എന്ത് കാണിക്കുന്നില്ല, വിവേചനം കാണിക്കുന്നില്ല. അടുത്തത് ജനാധിപത്യം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാവുന്നു. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും എന്തല്ല ഉള്ളത്, രാജ്യഭരണമല്ല ഉള്ളത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത്, ഭരണം നിർവഹിക്കുന്നത്. അടുത്തതാണ് റിപ്പബ്ലിക്. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, റിപ്പബ്ലിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം എന്ന് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്. രാഷ്ട്രം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വെക്കുന്നു. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം ഇന്ത്യൻ ഭരണഘടന ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞിരിക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഭരണഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ പറഞ്ഞത്. ആ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. നമ്മൾ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഉണ്ടായത്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് പരിണമിച്ചത് എന്നതിനെ കുറിച്ചിട്ടും, ഭരണഘടന എങ്ങനെയാണ് പരിണമിച്ചത്, ഭരണഘടനയുടെ മുൻഗാമികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. നമ്മൾ കുറേ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. പക്ഷേ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ അതിനെക്കുറിച്ചിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് വലിയ വലിയ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.